ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു പൈനാപ്പിൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല സൂപ്പർ ടേസ്റ്റി ആയുള്ള ഒരു കേക്കാണിത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ബേക്കിങ്ങും ഫ്രോസ്റ്റിങ്ങും ഡെക്കറേഷനും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ ബട്ടൺ പ്രസ് ചെയ്യാനും കൂടി മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറക്റ്റായി നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോയാലോ? ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. അതിനായിട്ട് ഒരു അരിപ്പയിൽ 1/2 കപ്പ് മൈദയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് നന്നായി അരിച്ചെടുക്കുക. വാനില സ്പഞ്ചിൽ ബേക്കിംഗ് സോഡയുടെ ആവശ്യമില്ല, അതുകൊണ്ടാണ് ഞാൻ ബേക്കിംഗ് സോഡ ചേർക്കാത്തത്. ഒന്നുകിൽ ഒരു തവണ അരിച്ച് വിസ്ക് വെച്ച് നന്നായി മിക്സ് ചെയ്യുകയോ അല്ലെങ്കിൽ 3 തവണ അരിക്കുകയോ ചെയ്യണം. ഇനി നമുക്ക് കേക്ക് ടിൻ റെഡിയാക്കി വെക്കാം. അതിനായിട്ട് ഞാനിവിടെ 6 ഇഞ്ച് കേക്ക് ടിന്നിൽ ഓയിൽ ബ്രഷ് ചെയ്ത് ബട്ടർ പേപ്പർ ഇട്ട് റെഡിയാക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഡ്രൈ ആയ ഒരു ബൗളിൽ റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസും 1/8 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ഒന്ന് ചെറുതായി പതഞ്ഞു വരുമ്പോൾ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ചായി ചേർത്ത് ഹൈ സ്പീഡിൽ നല്ല ഫ്ലഫിയായി ബീറ്റ് ചെയ്തെടുക്കാം. എഗ്ഗ് നല്ല ഓഫ് വൈറ്റ് കളർ ആവുന്നതുവരെ ബീറ്റ് ചെയ്തെടുത്താൽ മാത്രമേ നമുക്ക് നല്ല സ്പോഞ്ചി ടെക്സ്ചറുള്ള കേക്ക് കിട്ടുകയുള്ളൂ. അങ്ങനെ എഗ്ഗ് നല്ല രീതിയിൽ ഫ്ലഫിയായി കിട്ടിയിട്ടുണ്ട്. നല്ല ഓഫ് വൈറ്റ് കളറായി വന്നിട്ടുണ്ട്. ഇതുപോലെ ആയിരിക്കണം എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഫ്ലഫിയായി വന്ന എഗ്ഗിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് ലോ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കാം. ഓയിൽ ചേർത്ത് കൂടുതൽ സമയം ബീറ്റ് ചെയ്യേണ്ട, ഒരു 20 സെക്കൻഡെങ്കിൽ ബീറ്റ് ചെയ്തെടുത്താൽ മതി. കൂടുതൽ സമയം ബീറ്റ് ചെയ്താൽ ഫ്ലഫിയായി വന്ന എഗ്ഗൊക്കെ താഴ്ന്നു പോകും. അങ്ങനെ ഓയിലും മുട്ടയും എല്ലാം നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അതിനായിട്ട് ബൗളിന് മുകളിൽ ഒരു അരിപ്പ വെച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായി ചേർത്ത് കട്ടകളൊന്നുമില്ലാതെ നന്നായി നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി ഒരുമിച്ചിട്ട് മിക്സ് ചെയ്യേണ്ട. ഞാനിവിടെ 2 പ്രാവശ്യമായിട്ടാണ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യുന്നത്. ഈ രീതിയിൽ അരിപ്പയിലൂടെ അരിച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. അരിപ്പയിലൂടെ അരിക്കുമ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് വളരെ സോഫ്റ്റ് ആയി മാത്രമേ പൊങ്ങി വന്ന എഗ്ഗിലേക്ക് വീഴുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഒരു വിസ്ക് ഉപയോഗിച്ച് അധികം കുത്തിയിളക്കാതെ മെല്ലെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ആദ്യത്തെ ട്രിപ്പ് ഫ്ലോർ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള പാല് കൂടി ചേർത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ബാക്കിയുള്ള ഫ്ലോറും കൂടി ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്ത് ബാറ്റർ റെഡിയാക്കി എടുക്കാം. അങ്ങനെ ഫ്ലോർ എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അവസാനമായി ഒരു സ്പാച്ചില ഉപയോഗിച്ച് ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം.
എന്നിട്ട് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇങ്ങനെ ഇളക്കി നന്നായി ടാപ്പ് ചെയ്ത് ബേക്ക് ചെയ്യാനായി വെക്കാം. ഞാനിവിടെ അടുപ്പിലാണ് ബേക്ക് ചെയ്യാൻ പോകുന്നത്. അതിനായി ഒരു അലുമിനിയം ചെമ്പ് 10 മിനിറ്റ് മുന്നേ ഹൈ ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കേക്ക് ടിൻ ഇറക്കി വെച്ച് ലോ ഫ്ലെയിമിൽ 25 to 30 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. അതേസമയം ഓവനിൽ ബേക്ക് ചെയ്യുന്നവരാണെങ്കിൽ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തെടുത്തതിന് ശേഷം 160 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ ഒരു 25 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇനി കേക്ക് ബേക്കായോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ കേക്ക് ഇവിടെ നല്ല രീതിയിൽ ബേക്കാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് തണിയാനായി മാറ്റി വയ്ക്കാം. ഇപ്പോൾ കേക്ക് ഏകദേശം തണുത്തു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ടിന്നിൽ നിന്നും ഡീമോൾഡ് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് കേക്ക് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഫ്രോസ്റ്റിംഗ് തുടങ്ങാം. അതിനായി ഞാൻ കേക്ക് 3 ലെയറായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ടേൺ ടേബിളിന് മുകളിൽ ഒരു കേക്ക് ബോർഡ് വെച്ച് അതിന് നടുവിലായി കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് ഫസ്റ്റ് ലെയർ കേക്ക് വയ്ക്കാം. എന്നിട്ട് കേക്കിനെ ഷുഗർ സിറപ്പ് വെച്ച് നന്നായി വെറ്റ് ചെയ്യുക. ഷുഗർ സിറപ്പിൽ ഞാൻ 2 ടേബിൾ സ്പൂൺ പൈനാപ്പിൾ ക്രഷ് കൂടി ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ക്രീം അപ്ലൈ ചെയ്യുക. ക്രം കോട്ട് ചെയ്യാനും ഫൈനലൈസിങ് ചെയ്യാനുമായി മൊത്തം 1 കപ്പ് ക്രീമാണ് ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അതിൽ ക്രം കോട്ട് ചെയ്യാനുള്ള ക്രീമിൽ ഞാൻ കുറച്ച് പൈനാപ്പിൾ ക്രഷ് മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിനു മുകളിൽ പൈനാപ്പിൾ ക്രഷ് ചേർത്ത് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യുക. അതിനുശേഷം ഗ്രേറ്റ് ചെയ്ത വൈറ്റ് ചോക്ലേറ്റ് കൂടി സ്പ്രെഡ് ചെയ്യാം. ഇനി രണ്ടാമത്തെ ലെയർ കേക്ക് വെച്ച് ഷുഗർ സിറപ്പ് വെച്ച് നന്നായി വെറ്റ് ചെയ്ത് ക്രീം അപ്ലൈ ചെയ്ത് പൈനാപ്പിൾ ക്രഷ് കൂടി സ്പ്രെഡ് ചെയ്ത് ഗ്രേറ്റ് ചെയ്ത വൈറ്റ് ചോക്ലേറ്റ് കൂടി സ്പ്രെഡ് ചെയ്യുക. അങ്ങനെ ലാസ്റ്റ് ലെയർ കേക്ക് കൂടി വെച്ച് ഷുഗർ സിറപ്പ് വെച്ച് നന്നായി വെറ്റ് ചെയ്ത് കേക്കിൻ്റെ മുകളിലും സൈഡിലുമായി കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് ക്രം കോട്ട് ചെയ്തെടുക്കാം. ക്രം കോട്ട് ചെയ്തെടുത്ത കേക്ക് സെറ്റ് ആവാനായി ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം. 10 മിനിറ്റിന് ശേഷം കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് ഫൈനലൈസിങ് ചെയ്യാം. ഞാനിവിടെ വൈറ്റ് കളർ ക്രീമിൽ തന്നെയാണ് ഫൈനലൈസിങ് ചെയ്യുന്നത്. അങ്ങനെ കേക്കിൻ്റെ മുകളിലും സൈഡിലും നല്ല രീതിയിൽ ക്രീം അപ്ലൈ ചെയ്ത് ഫൈനലൈസിങ് ചെയ്തെടുക്കാം. കേക്ക് ക്രം കോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റെങ്കിലും ഫ്രിഡ്ജിലേക്ക് വെച്ച് ഫൈനലൈസിങ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ കേക്കിലെ ക്രംസ് ഒക്കെ ഫൈനലൈസിങ് ചെയ്യുന്ന ക്രീമിലേക്ക് സ്പ്രെഡ് ആവും. ഇനി കേക്കിൻ്റെ മുകളിൽ ക്രീം അപ്ലൈ ചെയ്ത ശേഷം കേക്കിൻ്റെ സൈഡിലും കൂടി അപ്ലൈ ചെയ്യാം. അതിനുശേഷം ഒരു സ്ക്രാപ്പർ ഉപയോഗിച്ച് റൊട്ടേറ്റ് ചെയ്യാം. അങ്ങനെ കേക്ക് ഇവിടെ ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്ക്രാപ്പർ ഉപയോഗിച്ച് കേക്കിന്റെ സൈഡിലായി ഇതുപോലെ ഡിസൈൻ കൊടുക്കാം.
അതിനുശേഷം ഓയിൽ ബ്രഷ് ഉപയോഗിച്ച് കേക്കിന് മുകളിൽ ഇതുപോലെ ഡിസൈൻ ചെയ്യാം. എന്നിട്ട് കേക്കിൻ്റെ മുകളിലായി സൈഡിലായി ചുറ്റും റൊസറ്റ ഡിസൈൻ വരച്ചു കൊടുക്കാം. അതിനുശേഷം കേക്കിൻ്റെ താഴെയും അതേ നോസിൽ വെച്ച് തന്നെ ഒരു ബോർഡർ ഡിസൈൻ കൊടുക്കാം. ഇനി റോസറ്റ ഡിസൈനിന് മുകളിൽ സ്റ്റാർ നോസിൽ വെച്ച് ചെറിയ ഫ്ലവർ വരച്ചു കൊടുക്കാം. അതുപോലെ തന്നെ താഴെയും ചെയ്തെടുക്കാം. അതിനുശേഷം എല്ലാ ഫ്ലവറിന്റെയും അടുത്ത് ലീഫ് കൂടി വരച്ചു കൊടുക്കാം. ഇപ്പോൾ കേക്കിന്റെ വർക്കെല്ലാം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ലാസ്റ്റായി ഞാൻ കേക്കിന് മുകളിൽ റൈറ്റിംഗും കൂടി ചെയ്ത് കേക്കിന്റെ വർക്ക് ഇവിടെ ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട്. ഇത് ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ ഡിസൈനാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.